Recording in progress. കർത്താവിന്റെ പരിശുദ്ധ നാമം എന്നും എന്ന പോലെ ഇന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. റിജോയ്സ് മിനിസ്ട്രീസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ദൈവവചനവുമായി നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ വിശേഷപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ആത്മീക കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയമുള്ളവർക്കും ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ അഭിവാദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. മുഖവരെയായി ദീർഘമായി വാക്കുകൾ പറയാതെ നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മുടെ അല്പ നിമിഷത്തെ ധ്യാനത്തിനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. The Epistle of Philippians chapter 1 verse 4. ഫിലിപ്പിയ ലേഖനം. The Epistle of Philippians chapter 1 verse 4. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. Being confident of this, that he who began a good work in you will bring it to completion until the day of Christ Jesus. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഇന്നത്തെ ഈ ചിന്തയ്ക്ക് ഞാൻ കൊടുക്കുന്ന തലവാചകം ഇതാണ്: God starts, God continues, and God completes. ദൈവം തുടങ്ങുന്നു, ദൈവം തുടരുന്നു, ദൈവം പൂർത്തിയാക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം ആരംഭിക്കുന്നു, God starts, God continues, ദൈവം ആ പ്രവൃത്തി തുടരുന്നു, ദൈവം അത് പൂർത്തിയാക്കുന്നു. ഈ ചിന്തയെ അധികരിച്ചുകൊണ്ട് നമ്മൾ തുടർന്ന് അല്പനിമിഷം ഈ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് ഫിലിപ്പിയയിലുള്ള ചർച്ചിനാണ്. ഫിലിപ്പിയ സഭ പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ട, താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സഭയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ 2-ാം മിഷനറി യാത്രയിൽ താൻ സ്ഥാപിച്ച സഭയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് ഫിലിപ്പിയയിലേക്ക് പോകുവാനുള്ള ആ ദൈവിക നിയോഗം, ദർശനം, പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ട രീതികളൊക്കെ നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ പൗലോസ് മക്കതോനിയയിലേക്ക് പോകുന്നു, നോർത്തേൺ ഗ്രീസ്. അവിടെ ഫിലിപ്പിയയിൽ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നു. തന്റെ സുവിശേഷ പ്രസംഗത്താൽ ആദ്യം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തി ലുദിയ, രക്താംബരം വിൽക്കുന്നവൾ, സമൂഹത്തിൽ നല്ല ഇക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെയുള്ള ഒരു സഹോദരിയായിരുന്നു ലിഡിയ. അവരാണ് ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നത്. പിന്നീട് നാം കാണുന്നത് ഒരു ഡീമൺ പൊസസ്ഡ് ആയ ഒരു സ്ലേവ് ഗേളാണ്, ഒരു വെളിച്ചപ്പാടുത്തിക്കാരിയായ സ്ത്രീ. അവരിലുള്ള അശുദ്ധാത്മാവിനെ പൗലോസ് പുറത്താക്കുന്നു. അങ്ങനെ അത് നിമിത്തം പൗലോസും ശീലാസും ഒക്കെ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടതായിട്ട് വന്നു.
അപ്പോസ്തലപ്രവൃത്തി 16 നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ പൗലോസ് ജയിലിലായിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു. അവർ പ്രാരാർത്ഥരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിക്കുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും ആരാധനയെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്നു. ഒരു ഭൂകമ്പം ഉണ്ടായ നശീകരണത്തിനല്ല, പക്ഷെ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, തടവിലുള്ളവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിന്റെ വാതിൽ സ്വതവേ തുറന്നു. ഇതെല്ലാം കണ്ട് കാരാഗ്രഹ പ്രമാണി ജയിലർ താന് തടവുകാർ പോയി കാണുമെന്ന് വിചാരിച്ച് ആ കുറ്റം തന്റെ മേൽ ആരോപിച്ച് തന്റെ ജീവിതം അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി, എന്നാൽ സ്വയം മരിക്കാമെന്ന് വിചാരിച്ച് ജയിലർ കാരാഗ്രഹ പ്രമാണി തന്നെ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ പൗലോസ് അവനോട് വിളിച്ചു പറഞ്ഞു, നീ തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തിയോട് പൗലോസ് സുവിശേഷം പറയുന്നു. പൗലോസിനെയും ശിലാസിനെയും ഈ ജയിലർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പൗലോസ് സുവിശേഷം സവിസ്തരമായി പ്രസംഗിക്കുന്നു. അങ്ങനെ അത് കേട്ട് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ലുദിയ, ഈ വെളിച്ചപ്പാടത്തേക്കാരിയായിരുന്ന സ്ത്രീ, സൗഖ്യം വന്നവൾ, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും, ഇവരാണ് പൗലോസിന്റെ ഫിലിപ്പിയയിലുള്ള സഭയുടെ ആദ്യകാല വിശ്വാസികൾ, ഫസ്റ്റ് ഫ്രൂട്ട്സ് ഇവരാ. അങ്ങനെ പൗലോസ് അവിടെ സഭ പൗലോസിനാൽ ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് അതിനും 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ പൗലോസ് റോമില് വീട്ടു തടങ്കലില്ല. ഹി വാസ് അണ്ടർ ഹൗസ് അറസ്റ്റ്. റോമിൽ വീട്ടു തടങ്കലില്ല. കൈസറുടെ മുമ്പാകെ നിൽപ്പാൻ തന്റെ അവസരം കാത്തുകൊണ്ട് പൗലോസ് ഇപ്പോൾ വീട്ടു തടങ്കലില്ല. പൗലോസ് അവിടെ അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കലിൽ കഴിയുമ്പോൾ പൗലോസിനെ കാവൽ കാക്കുവാൻ റോമൻ പട്ടാളക്കാര് അവരുടെ സമയക്രമം അനുസരിച്ച് മാറി മാറി പൗലോസിനെ കാവൽ കാക്കുമായിരുന്നു. അവിടെയും പൗലോസ് യേശുവിനെ കുറിച്ച് കാവൽ ചെയ്യുന്ന പട്ടാളക്കാരോട് പ്രസംഗിച്ചു, പങ്കുവെച്ചു, സുവിശേഷം പങ്കുവെച്ചു. അവരിൽ അനേകർ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. പ്രിയമുള്ളവരെ, സത്യത്തിൽ കർത്താവായ യേശുവിനെ ജീവിതത്തിൽ കർത്താവും ദൈവവുമായി വിശുദ്ധീകരിച്ച ഒരു ദൈവ പൈതൽ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും, അവൻ തടവിലാകട്ടെ, അവൻ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചുകൊണ്ട് അവൻ സ്വതന്ത്രനായി വിഹരിക്കട്ടെ, എവിടെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പങ്കുവെക്കുവാനുള്ള ആ ഏർജ് സത്യത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിനുണ്ടാകും. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഓരോ ദൈവമക്കളുടെയും പാഷൻ, അഭിനിവേശമായിരിക്കണം. പൗലോസിൽ നമുക്ക് അത് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ പൗലോസ് അവിടെ കഴിയുമ്പോൾ, ഫിലിപ്പിയ റോമിൽ വീട്ടുതടങ്കലിൽ കഴിയുമ്പോൾ, തന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ ഫിലിപ്പിയ സഭ ഒരു ശേഖരണമെടുത്ത്, ഒരു സാമ്പത്തിക ശേഖരണമെടുത്ത്
അത് എപ്രഫാദിത്തോസിന്റെ പക്കൽ കൊടുത്തയക്കുന്നു, സഭ കൊടുത്തയക്കുന്നു. പൗലോസ് അത് സ്വീകരിച്ച് അതിന് ഉള്ള നന്ദി, ഫിലിപ്പിയ സഭയ്ക്കുള്ള നന്ദി അറിയിക്കുവാൻ എഴുതിയ ഒരു താങ്കിങ് ലെറ്ററാണ് സത്യത്തിൽ ഫിലിപ്പിയ ലേഖനം. പൗലോസ് അവിടെ അത് പറയുമ്പോൾ ഫിലിപ്പിയ സഭ അയച്ചു കൊടുത്ത ആ കൂട്ടായ്മ താൻ സ്വീകരിച്ച് അവർക്ക് വേണ്ടി അവരോടുള്ള സന്തോഷം അറിയിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഒക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആ ഭാഗത്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. പൗലോസ് പറയുന്നു, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് സഹിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഒക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, പൗലോസിന്റെ സന്തോഷം താൻ കണ്ടെത്തിയത് false contentment does not lie in circumstances. പൗലോസിന്റെ സംതൃപ്തിയും സന്തോഷവും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല പൗലോസിന്റെ സന്തോഷം. നമ്മൾ അറിയണം, ആ ലേഖനത്തിലെ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായ പ്രമേയം എന്നുള്ളത് കർത്താവിൽ സന്തോഷിപ്പീൻ എന്നുള്ളതാണ്. റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പം പൗലോസിന്റെ സന്തോഷം, അവന്റെ സംതൃപ്തി, അത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. rather it lies in his relationship with Jesus, and that does not change. പൗലോസിന്റെ സന്തോഷവും സംതൃപ്തിയും സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു. സാഹചര്യങ്ങൾ മാറും, പക്ഷെ യേശു മാറാത്തവൻ, അവിടുത്തേക്ക് മാറ്റമില്ല. അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്, റിജോയ്സ്, and again I say rejoice in Christ. കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പൗലോസ് പിന്നെയും എഴുതുന്നതിന്റെ താല്പര്യം അതായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക സന്തോഷം സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, രോഗം വരുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ, ഒരു വിപരീത സാഹചര്യത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവ് വരും. ആരാധന പോലും ചിലർ ഉപേക്ഷിക്കും. ദൈവത്തിലുള്ള ആശ്രയം കുറയും. പക്ഷേ പൗലോസ് നോക്ക്, ഒരു യഥാർത്ഥ ദൈവഭക്തൻ, അവന്റെ സംതൃപ്തിയും സന്തോഷവും അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിതത്തിൽ അപ്രകാരമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തയിൽ, ഈ ധ്യാനത്തിൽ 3 കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത്, 3 ചിന്തകൾ പ്രധാനമായും ഈ വചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. അടുത്ത 30-35 മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം പര്യവസാനിപ്പിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഈ ചിന്തയിൽ ഞാൻ ഈ ധ്യാനത്തിൽ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്, ഇറ്റ് ഈസ് ഗോഡ് ഹു ബിഗാൻ ദ ഗുഡ് വർക്ക്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ന് പൗലോസ് പറയുമ്പോൾ, ദൈവമാണ് ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. 2, പെർഫെക്ഷൻ ഈസ് ഗോഡ്സ് എൻഡ് ഇൻ എവ്രിതിങ്. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളുടെയും അവസാനം നാം നോക്കുമ്പോൾ അത് പൂർണ്ണതയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എല്ലാം പൂർണ്ണതയിൽ അവസാനിപ്പിക്കുന്ന ദൈവം. പെർഫെക്ഷൻ
is God's end in everything. മൂന്നാമത്തെ ചിന്ത ഇതാണ്. A day is fixed for exhibiting this work in all its completeness. ഒരു ദിവസം ദൈവം നിയമിച്ചിരിക്കുന്നു. താൻ ചെയ്ത പ്രവൃത്തി, താൻ ആരംഭിച്ച പ്രവൃത്തി, അതിന്റെ എല്ലാ തികവോടും കൂടെ, അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ ദൈവം പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം. അത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും വായിച്ചെടുപ്പാൻ കഴിയുന്നത്. വായിച്ച തിരുവചന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. Being confident of this, he who began a good work in you will carry it on to completion until the day of Christ Jesus. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ദൈവമാണ് നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. ഏതാണ് നല്ല പ്രവൃത്തി? നമ്മുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ്, നമ്മുടെ പുതുജനനത്തോടുള്ള ബന്ധമാണ്, വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ. അത് സംബന്ധിച്ച് പൗലോസ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുന്നമേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പൊ he chose us. അവൻ നമ്മെ തെരഞ്ഞെടുത്തു. നാം ആരും ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, നാം പോയി ഫലം കായ്ക്കേണ്ടതിനും അവൻ നമ്മെ ആക്കി വെച്ചുമിരിക്കുന്നു. ദൈവമാണ് നമ്മെ തെരഞ്ഞെടുത്തത്. അത് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ, മനുഷ്യോൽപ്പത്തിക്ക് മുമ്പേ, യുഗങ്ങൾക്കപ്പുറം ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. He has chosen us. He chose us. അവൻ നമ്മെ തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ആ തെരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുവാൻ ഇടയായി തീർന്ന ഭാഗ്യം, ആ പദവി, അനർഹമായ ആ അനുഗ്രഹം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളം ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നാം ഉരുവാകുന്നതിന് മുന്നമേ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നമേ, ലോക സ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 2:8 നിന്ന് വായിക്കുന്നു, He saved us. അവൻ നമ്മെ രക്ഷിച്ചു. അവൻ നമ്മെ രക്ഷിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നേ. മാത്രമല്ല, അവൻ തെരഞ്ഞെടുത്തവരെ, അവൻ രക്ഷിച്ചവരെ അവൻ കാക്കുന്നു, അവൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. He is keeping us. അവൻ നമ്മെ കാക്കുന്നു, നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യഹൂദ തന്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് എഴുതുന്നത്. അതിന്റെ 24-ാം വാക്യം, വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ ശക്തിയുള്ളവന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവന്റെ സഭയിൽ ദൈവത്തിന് തലമുറ തലമുറയോളം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മെ വീഴാതെ നിർത്തുന്നത്, നമ്മെ കാക്കുന്നത് കർത്താവിന്റെ കരുണയുള്ള കരമാണ് എന്ന് നാം തിരിച്ചറിയണം. അപ്പം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഇത് പറയുമ്പോൾ തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം കൂടെ
നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. അവിടെ വായിക്കുന്നു, ഫോർ വി ആർ ഗോഡ്സ് വർക്ക്മാൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്. നാം അവന്റെ കൈപ്പണിയായി, സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം അവന്റെ കൈപ്പണിയാണ്. വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. അവൻ നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മെ വീണ്ടും ജന്മാനുഭവത്തിലേക്ക് നടത്തിയ, നമ്മിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേടുകളെ പോക്കി, നമ്മുടെ പോരായ്മകളെ നീക്കി, നമ്മുടെ വീഴ്ചകൾ അറിയാവുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നുവല്ലോ. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ പണിതെടുത്ത് അമ്മേ അവൻ തന്റെ കൈപ്പണിയായി പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. സൽപ്രവർത്തികൾക്കായി നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:13 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ടു വിൽ ആൻഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു ഹിസ് ഗുഡ് പർപ്പസസ്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നോക്കിയ, ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു. ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെറുതെ അവിടെ സിംഹാസനസ്ഥനായിട്ടിരിക്കുകയല്ല. അത് മാത്രമല്ല, നമ്മൾ അറിയണം, നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തി നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is working in us. അതാണ് അവിടെ വായിക്കുന്നത്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു. നമ്മിൽ ദൈവം പ്രവർത്തിക്കുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്നു. ഫിലിപ്പിയർ 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. 2:13 പറയുന്നു, ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ദൈവം നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുന്നു. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. അവിടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന ഇതാണ്, പെർഫെക്ഷൻ ഈസ് ഗോഡ്സ് എൻഡ് ഇൻ എവ്രിതിങ്. എന്റെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും അവസാനം നാം ആ പ്രവൃത്തിയെ നോക്കുകയുമ്പോൾ, ആ പ്രവൃത്തിയെ നോക്കിക്കാണുമ്പോൾ, ആ പ്രവൃത്തിക്ക് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കില്ല, ഒരു പോരായ്മയും ഉണ്ടായിരിക്കയില്ല. അതിന്റെ എല്ലാ പൂർണ്ണതയിലും ദൈവം ആ പണി പൂർത്തീകരിക്കുകയാണ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ബീയിങ് കോൺഫിഡന്റ് ഓഫ് ദിസ്. ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പോൾസ് കോൺഫിഡൻസ് വാസ് റെസ്റ്റഡ് ഓൺ ഗോഡ്. പൗലോസിന്റെ ആ ഉറപ്പ്, അവന്റെ ആ ഉറച്ച വിശ്വാസം, നല്ല പ്രവൃത്തി എന്നിൽ ആരംഭിച്ചവൻ, ഫിലിപ്പിയരിൽ ആരംഭിച്ചവൻ, നമ്മളിൽ ഓരോരുത്തരിലും ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ഹി ഈസ് ദ ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ പ്രയാണത്തിൽ പാതി വഴിക്ക് നമ്മെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല, നമ്മെ തെരഞ്ഞെടുത്ത, നമ്മെ രക്ഷിച്ച്
നമ്മെ സൂക്ഷിക്കുന്ന, നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന നല്ല കർത്താവ് പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അവൻ രക്ഷിപ്പാൻ ശക്തനാകുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും, all God's works are finished with wondrous care. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവം അത്ര അതിശയകരമായിട്ടാണ് അത് ദൈവം പൂർത്തീകരിച്ചിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ക്രിയേഷൻ. സൃഷ്ടിപ്പിനെ നോക്കുക, ഈ പ്രപഞ്ചത്തെ നോക്കുക. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചം, നാം വസിക്കുന്ന ഭൂമി എന്ന ഈ ഗോളം എല്ലാം നാം ശ്രദ്ധിക്കുക. എത്ര അതിശയകരമായിട്ടാണ് ദൈവം ഇതിനെ മെനഞ്ഞെടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതൊന്നില്ല, എന്തെങ്കിലും തള്ളിക്കളയേണ്ടതായിട്ടില്ല. പെർഫെക്ഷൻ ഈസ് ഗോഡ്സ് വർക്ക് ഇൻ എവരിതിങ്. ഇനി നമ്മൾക്ക് കർത്താവ് തരുന്ന ആ ജീവൻ ഒന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ നേച്ചർ ഓഫ് ലൈഫ് ദാറ്റ് ക്രൈസ്റ്റ് ഗിവ്സ് us. യേശു ക്രിസ്തു നമുക്ക് തരുന്ന ആ ജീവന്റെ സ്വഭാവം ഒന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആ ജീവന്റെ സ്വഭാവം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം അവിടെ വായിക്കുന്നു, I give them eternal life and they shall never perish and no one can snatch them out of my hand. ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുന്നില്ല, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല, ആർക്കും അതാവില്ല. ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് പൂർണ്ണതയുള്ളതാണ്. അതുകൊണ്ട് ആണ് ആവർത്തനങ്ങളുടെ പുസ്തകം അതിന്റെ 32-ാം അധ്യായം 4-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആവർത്തനങ്ങളുടെ പുസ്തകം 32-4 ഇവിടെ വായിക്കുന്നത്, ആവർത്തനം 32-4, യഹോവ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവനും തന്നെ. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ? ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അവിടെ പറയുന്ന ഇതാണ്, അവൻ പാറ, ഹി ഈസ് ദ റോക്ക്, അവന്റെ പ്രവൃത്തി അത്യുത്തമം. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഹിസ് വർക്ക് ഈസ് പെർഫെക്റ്റ് for all his ways and judgment, for all his ways are just. A faithful God who does no wrong, upright and just is he. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവനും തന്നെ. ഹല്ലേലൂയ. ഒരു കരമുയർത്തി ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? ദൈവം നമ്മുടെ പാറ, യുഗങ്ങളുടെ പാറ, നമുക്കോടി അഭയം പ്രാപിപ്പാൻ കഴിയുന്ന നമ്മുടെ പാറയായ ദൈവം. ആ ദൈവത്തെ കുറിച്ച് പറയാ, ഹിസ് വർക്ക്സ് ആർ പെർഫെക്റ്റ്, അവന്റെ പ്രവൃത്തി എല്ലാം അത്യുത്തമമാണ്.
ദൈവവും മനുഷ്യനും ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്ന് താരതമ്യപ്പെടുത്തണം നാം ഇവിടെ. അപ്പോഴാണ് മനുഷ്യന്റെ പ്രവൃത്തി അത് വഴിമധ്യേ നിലച്ചു പോകും. കാരണം ഒരുപക്ഷേ അത് നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. Men fail in work by loss of power and dependence on others and by reason of death. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ കരുതലും അവന്റെ ശക്തിയും ക്ഷയിക്കുമ്പോൾ ആ പ്രവൃത്തിയും ഇല്ലാതെ പോകുന്നു. മാത്രമല്ല, മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അവൻ ഒരുപാട് പേരെ ആശ്രയിക്കേണ്ടി വരും. ഒരു ബൃഹത്തായ ബിൽഡിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സംരംഭം, അതിനൊരുപാട് പേരെ അവൻ ആശ്രയിക്കേണ്ടി വരും. ആശ്രയിക്കുന്നവരെല്ലാം പിൻവാങ്ങിയാൽ അവന്റെ പ്രവർത്തനം നിലയ്ക്കുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ പ്രവർത്തനം ആരംഭിക്കുന്ന മനുഷ്യൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയാൽ അവൻ തുടങ്ങിയ പ്രവൃത്തി പൂർത്തീകരിപ്പാൻ കഴിയില്ല. എന്നാൽ എൻ്റെ കർത്താവിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ പാറ, അതവിടുത്തെ മാറ്റമില്ലായ്മയാണ് കാണിക്കുന്ന. ഹിസ് ഇമ്മ്യൂട്ടബിലിറ്റി, ഹല്ലേലൂയ, ഹി ഈസ് കോൺസ്റ്റന്റ്, ഹി ഈസ് അൺചേഞ്ചിങ്. അവൻ മാറ്റമില്ലാത്തവനാണ്. മാത്രമല്ല, അവന്റെ പ്രവൃത്തി എല്ലാം അത്യുത്തമമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം. കാരണം മരണം കൊണ്ട് മാറുന്ന മനുഷ്യനല്ല ഇവിടെ നമ്മിൽ പ്രവൃത്തി ആരംഭിച്ചത്. എബ്രായ ലേഖനം 7:25 തിരുവെഴുത്ത് പറയുന്നു, താൻ മുഖാന്തരം പിതാവിനോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മാറ്റമില്ലാത്തവനാണ്. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഈ ഭാഗവും അവസാനിപ്പിക്കാം. എനിക്ക് പുതിയ നിയമത്തിൽ ഏറ്റവും സന്തോഷമുള്ള വാക്യങ്ങളിൽ ഒരു വാക്യമാണ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. അവിടെ ഒരു ഭാഗം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഹി ഹാസ് ഡൺ എവറിത്തിങ് വെൽ. അവൻ സകലവും നന്നായി ചെയ്തു. അവിടെ ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അവൻ സകലവും നന്നായി ചെയ്തു. ഹി ഹാസ് ഡൺ എവറിത്തിങ് വെൽ. അവൻ സകലവും നന്നായി ചെയ്തു. ഇവിടെ ഞാന് ഒരു സന്ദേശം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഏതൊരു വിഷയവും അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. He does things well in respect of your life, in respect of your family, in respect of your church. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ നാം അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്ക്. അവരെ പണിതെടുക്കുവാൻ, അവരെ മാനപാത്രമാക്കുവാൻ എന്റെ ദൈവം സകലവും നന്നായി ചെയ്യുന്നവനാ. നാം കൂട്ടായ്മ ആചരിക്കുന്ന ദൈവസഭയെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. ആ സഭയെ പണിയുന്നവൻ അവിടുന്നാണ്. അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന, അതിനെ നന്നായി പണിതെടുക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് പകൽ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ കൂട്ടായ്മയെ, നമുക്കുള്ളതിനെ ആ കരങ്ങളിൽ ഏൽപ്പിക്ക്. ഹല്ലേലൂയ. അവിടുന്ന് സകലവും
നന്നായി ചെയ്യുന്നവനാണ്. അവിടുന്ന് ചെയ്തതെല്ലാം അങ്ങനെയാണ്, ഇനിയും ചെയ്യുന്നതും അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണത, കംപ്ലീറ്റ്നെസ് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു 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 പ്രത്യേക സവിശേഷതയാണ്. ഹല്ലേലൂയ. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തില് ഇത് അവസാനിപ്പിക്കാം. എനിക്ക് പങ്കുവയ്ക്കുവാനുള്ള മറ്റൊരു ചിന്ത ഇതാണ്: a day is fixed for exhibiting this work in all its completeness. ദൈവം ആരംഭിച്ച ഈ പ്രവൃത്തിയെ അതിന്റെ എല്ലാ തികവിലും എല്ലാ പൂർണ്ണതയിലും ദൈവം പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് അത് പറയുമ്പോൾ എൻ്റെ ഉള്ളം വളരെ സന്തോഷിക്കുന്നുണ്ട്. ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ അതേക്കുറിച്ച് എഫേസ്യലേഖനം 5:27 നാം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യലേഖനം 5:27 അവിടെ വായിക്കുന്നത്, to present her to himself as a radiant church without stain or wrinkle or any other blemish, but holy and blameless. എഫേസ്യർ 5:27 അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധീകരിക്കേണ്ടതിന്, തന്റെ മുമ്പാകെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ആ വാക്യം ശ്രദ്ധിക്കണം. കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി സഭയെ തന്റെ മുമ്പിൽ നിർത്തേണ്ടതിന്. അപ്പൊ നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്, കർത്താവ് തന്റെ പണിതെടുക്കുന്ന സഭ എങ്ങനെയായിരിക്കും അറിയാവോ? It is going to be a radiant church without stain or wrinkle or any other blemish. കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ ശുദ്ധയായ സഭയായി നമ്മെ ദൈവം എക്സിബിറ്റ് ചെയ്യുന്ന, എക്സിബിഷൻ എന്നുള്ള വാക്കറിയാമല്ലോ, നമ്മളെ ദൈവം പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആയിരുന്നത് എവിടെയായിരുന്നു? പാട്ടുകാരൻ പാടുന്നുണ്ട്, ചേറ്റിൽ അല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചത് എന്റെ ജീവിതേ. നാം ആയിരുന്ന താഴ്ച എത്ര വലിയതായിരുന്നു! അവിടെ നിന്ന് ദൈവം നമ്മെ പൊക്കിയെടുത്തില്ലേ? നമ്മെ അവിടുന്ന് വെട്ടിയെടുത്തില്ലേ? അതുകൊണ്ടല്ലേ പറയുന്ന, വെട്ടിയെടുത്ത പാറയിലേക്ക്, കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുവീൻ. നാം ആയിരുന്ന താഴ്ച, നാം ആയിരുന്ന അപമാനകരമായ അവസ്ഥ, മരണത്തിന്റെ അവസ്ഥ, നഷ്ടപ്പെട്ട അവസ്ഥ, അവിടെ നിന്നല്ലമല്ലേ തമ്പുരാൻ നമ്മെ പൊക്കിയെടുത്തത്? കുപ്പയിൽ നിന്നല്ലേ, പൊടിയിൽ നിന്നല്ലേ ദൈവം നമ്മെ പൊക്കിയെടുത്തത്? അവന്റെ കരം നമ്മെ പണിതുകൊണ്ടിരിക്കുകയല്ലേ? ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. നാം അവന്റെ കൈപ്പണിയല്ലേ? നമ്മിലെ പണി കർത്താവ് ചെയ്ത് നമ്മെ ഒരു ദിവസം കുറവില്ലാത്ത, ഊനമില്ലാത്ത, യാതൊരു ന്യൂനതയുമില്ലാത്ത പൂർണ്ണതയുള്ള ഒരു പണിയ അത്യുത്തമമായ നിലയിൽ നമ്മെ അവൻ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുന്നത് കർത്താവിന്റെ നാളോളം. ആ വാക്കൂടെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം, യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. എന്താണ് യേശു ക്രിസ്തുവിന്റെ നാള്? ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ദിവസത്തിന് ഭയങ്കര പ്രത്യേകതയാ. ആ ദിവസത്തെയാണ് പൗലോസ് നോക്കി പാർത്തത്. ഈ ഭൂമിയിൽ കോടാനുകോടി വിശുദ്ധന്മാർ നോക്കി പാർക്കുന്നത് ആ ദിവസത്തെയാ.
Hallelujah. The day of Jesus Christ. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? That day is going to be a day that will disclose his real greatness. എന്റെ കർത്താവിന്റെ ആ ഗ്രേറ്റ്നസ്, അവന്റെ ആ വലിപ്പം, അവന്റെ വല്ലഭത്വം, അവന്റെ ശ്രേഷ്ഠത, അവന്റെ മഹത്വം എല്ലാം ഉള്ളതുപോലെ വെളിപ്പെടുത്തുന്ന ദിവസമാണ്. മാത്രമല്ല, the day of Jesus Christ is going to be a day when his kingship receive universal recognition, on whose head are many crowns. ലോകരാജ്യങ്ങൾ എന്റെ കർത്താവിന്റെ രാജ്യത്വം അവരെല്ലാം ഏറ്റുപറഞ്ഞ് അവന്റെ മുമ്പിൽ കുമ്പിടുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 11 അധ്യായം 15 വാക്യത്തിൽ വായിക്കുന്നു, 7ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്ന മഹാഘോഷമുണ്ടായി. That day is going to be a day of the coronation of Messiah as the King of Kings and Lord of Lords. നമ്മുടെ കർത്താവ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന രാജ്യത്വം ഏറ്റെടുക്കുന്ന ദിവസമാണ്. ലോകരാജ്യത്വം അവൻ ഏറ്റെടുക്കും. ഉലകത്തിലെ എല്ലാ രാജ്യങ്ങളും, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഭരണാധികാരികൾ അത് നമ്രശിരസ്കരായി നിന്ന് അത് അംഗീകരിക്കേണ്ടി വരുന്ന ദിവസം. തിരുവെഴുത്ത് പറയുന്ന അവന്റെ തലയിൽ അനേകം രാജമുടികളുണ്ട്. ലോകം ഇതിനു മുമ്പ് അവന് സമ്മാനിച്ചത് ഫലസ്തീനിലെ മുള്ളാണികൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു മുൾക്കിരീടം അവന്റെ തലയിൽ വെക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, the day of Christ Jesus is കർത്താവിന്റെ നാൾ എന്ന് പറയുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ദിവസം, ഹല്ലേലൂയ, ശിരസിൽ പൊന്മുടി ചൂടി അനേക രാജമുടികൾ ചൂടിക്കൊണ്ട് എന്റെ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്ന ദിവസമാണ്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളത്തിന്റെ സന്തോഷം, that day is going to be a day which shall reveal him as he is. നമ്മുടെ കർത്താവ് എന്തായിരിക്കുന്നു അതുപോലെ തന്നെ അവനെ വെളിപ്പെടുത്തുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഹല്ലേലൂയ, താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 13:12 വാക്യത്തിൽ ഇങ്ങനെ എഴുതി, now we see but a poor reflection, then we shall see face to face. Hallelujah. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണും നമ്മുടെ കർത്താവിനെ. 10,000ങ്ങളിൽ സുന്ദരനായവനെ, ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരയും എന്നൊക്കെ ബൈബിളിൽ നിന്നും വായിച്ച് സന്തോഷം കൊള്ളുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, ഹല്ലേലൂയ, താൻ ഇരിക്കും പോലെ തന്നെ നാം കാണുന്ന ആ ദിവസം, അതാണ് പൗലോസ് പറയുന്ന കർത്താവിന്റെ നാള്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. That day is the goal of human race. സകല മനുഷ്യരാശിയുടെയും ലക്ഷ്യമായിരിക്കേണ്ടത് ആ ദിവസമാ. That day
is going to be the terminus of history. ഭൂമിയിലെ ചരിത്രമെല്ലാം ആ ദിവസം കൊണ്ട് തീരും. That day is going to be the fullness of time. സമയം, കാലം അതിന്റെ പൂർണ്ണതയിലെത്തുന്ന ദിവസമാ. കാലത്തിന്റെ പൂർണ്ണത. പിന്നെ കാലമില്ല, പിന്നെ കാലമില്ല. ഹല്ലേലൂയ. ഇന്ന് 2024 ജൂലൈ മാസം 12-ാം തീയതിയാണല്ലോ. ഹല്ലേലൂയ. എനിക്ക് തെറ്റിപ്പോയില്ലെന്ന് തോന്നുന്നു ദിവസം. ജൂലൈ മാസം, ഈ ദിവസമാണ് നാം ജൂലൈ മാസത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. എന്നാൽ അറിയണേ, ഹല്ലേലൂയ, 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 കാലം അവിടെ കൊണ്ട് തീരും. പിന്നെ 2000 3024 ജാനുവരി എന്നോ ഫെബ്രുവരി എന്നോ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം നിത്യത അവിടെ ആരംഭിക്കുകയാണ്. That day, ആ ദിവസം, കർത്താവിന്റെ ആ ദിവസം കാലം അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. ഇനി കാലമില്ല, ഇനി ചരിത്രമില്ല. ഹല്ലേലൂയ. ഇനി മാനുഷികമായി നാം ഇവിടെ കാണുന്നത് എല്ലാം അവസാനിക്കുന്നു, തീരുന്നു. ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു. നിത്യത ആരംഭിക്കുകയായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, പിന്നെ പുതു യുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ആ നിത്യതയാണ് നോക്കി പാർത്തത്. പൗലോസ് മാത്രമല്ല, വേദപുസ്തക പിതാക്കന്മാർ. For they longed, watched, waited and lived for the day of Christ Jesus. കർത്താവിന്റെ ആ നാളിനു വേണ്ടിയാണ് പൗലോസ് മുതൽ പേർ അവര് എല്ലാം കാത്തിരുന്നത്, നോക്കി പാർത്തത്, അവരെല്ലാം ആഗ്രഹിച്ചത്, അവരെല്ലാം ജീവിച്ചത് ആ ദിവസത്തിന് വേണ്ടിയാ. ആ നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുവാൻ, നിത്യതയെ ഉള്ളിൽ, ആ നിത്യതയെ വാഞ്ചിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഇന്ന് കേട്ട ഈ വചന നിമിത്തം നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹവും എൻ്റെ എല്ലാ പ്രാർത്ഥനയും ആശംസിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ ഞാനിവിടെ അവസാനിപ്പിക്കുന്ന അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന് നന്ദിയും അറിയിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് നിത്യതയ്ക്കായി ഒരുക്കട്ടെ. ഹല്ലേലൂയ. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. God bless. Thank you.